ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണവൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ബാംഗ്ലൂരാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കുകയാണ്. സാധാരണ വെള്ളം തിളച്ച അതിലേക്കല്ല ഇടുക, തിളച്ച് ഓഫാക്കിയതിന് ശേഷമാണ് പൊടി ഇടാറ്. ഇന്നെന്തോ പെട്ടെന്ന് അങ്ങനെ തിള കണ്ടപ്പോൾ തന്നെ പൊടി അങ്ങ് ഇട്ടുപോയി. അത് ഏട്ടനാണ്. ഞാനങ്ങനെ കട്ടൻ കാപ്പി ഒന്നും കുടിക്കാറില്ല. ഞാൻ സാധാ വെറും ലൈറ്റ് ഒരു ചൂടുവെള്ളം മാത്രമാണ് കുടിക്കുക. പിന്നെ അത് അപ്പുറത്ത് ഗ്ലാസ്സിൽ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഉലുവ വെള്ളം കുടിക്കും. പിന്നെ അതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വാൾനട്ട്സും ബദാമും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കും. ഒരു 5-6 ഇതാണ് രണ്ടും എടുക്കുക. പിന്നെ ഞാൻ എൻ്റെ ചെടികളൊക്കെ പോയി നോക്കി. ഇത് ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഈ 2 ആന്തൂറിയെ എടുത്തിട്ട് ബാൽക്കണി കൊണ്ടുപോയി വെച്ചിരുന്നു. ഒരു 10-12 ദിവസത്തെ, 12 എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മേലെ ഉണ്ടായിരുന്നു ലീവ്. അപ്പോൾ അത്രയും ദിവസം ബാൽക്കണിയിൽ ഇരുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. ഇനി ഇതിനെ എങ്ങനെ ശരിയാക്കി എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നോക്കണം. ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അതിനെടുത്ത് ഉള്ളിലേക്ക് വെച്ചു. ഇത് എന്താ പ്ലാന്റ് എന്ന് എനിക്കറിയില്ല. ഇത് 2 അണച്ച ഉണ്ടായിരുന്നു. ഒരെണ്ണം മണ്ണിൽ തന്നെ ഉണ്ട്, ഒരെണ്ണം ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അതിന് പുതിയ വേരൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. പിന്നെ ആ പാത്രത്തിൽ മോൻ തോക്ക് കളിച്ചതിൻ്റെ ഉണ്ടയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് സെറ്റാക്കി വീണ്ടും പഴയ പോലെ നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. വൈകുന്നേരം വീണ്ടും ഇതിലെന്തെങ്കിലുമൊക്കെ വീഴും. എന്നാലും എൻ്റെ ചെടി നോക്കണ ആ ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ, ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ രാവിലെ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊന്നും ഇന്ന് ഉണ്ടാക്കിയില്ല. കാരണം എനിക്ക് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടുള്ളൂ. മൂപ്പര് സാലഡാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് മാത്രം ചെറിയൊരു ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കാനുള്ള പുറപാടിലാണ്. ഇത് ഞാൻ വെച്ചിട്ടും ശരിയാവണില്ല. അതാണ് ഇങ്ങനെ. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു. കാരണം അതൊന്ന് ഇലയൊക്കെ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇരുന്നോളം വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു. ഞാൻ എൻ്റെ പണിയൊക്കെ തുടങ്ങാനായിട്ട് അങ്ങ് പോയി. 2 ഓംലെറ്റ് ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാനതങ്ങ് ചിക്കി പൊരിച്ചു. വലിയ മുളക് പൊടി സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല. വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട്, ചിലപ്പോൾ ഞാൻ മറ്റേ കൊത്തുമുളകില്ലേ, ചില്ലി ഫ്ലേക്സ്, അത് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പ്. എനിക്ക് കുരുമുളക് പൊടിയെക്കാട്ടിയും ഈ മുട്ടയിലൊക്കെ ഇഷ്ടം ഇങ്ങനെയാണ്. ഒന്നല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യും. ഇങ്ങനെ കുത്തി പൊരിച്ചിട്ട് കഴിക്കുകയാണ് രാവിലെ. അതെനിക്ക് മാത്രം ആയതുകൊണ്ട് വേറെ സ്പെഷ്യലൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ 2 ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് അതങ്ങ് എടുത്തു. പിന്നെ ആ വാൾനട്ടും ബദാമും ഉണ്ട്. അതേപോലെ ഒരു ഗ്ലാസ് ചായ. പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ചെത്തി വെച്ച് ഉണ്ടായിരുന്നു. പെയറുണ്ടായിരുന്നു, പെയർ തീർന്നു. രാവിലെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ കഴിച്ചു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് എനിക്കത്ര വലിയ ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കും. പിന്നെ അതാ ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ, പാൽ ചായ കുടിക്കും ഞാൻ. കട്ടൻ ചായയാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ഉച്ചത്തെ പണി നോക്കാമെന്ന് വിചാരിച്ചു. പയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിയ പയറാണ്, നല്ല നീളമുള്ള പയറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം. ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് തന്നെയാണ് നേരാക്കുക. അതാകുമ്പോൾ ഒരു ഭാഗത്ത് ഫോൺ വെച്ച് അല്ലെങ്കിൽ TV വെച്ച് ടി വിയിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ടാണ് പണിയെടുക്കുക. സാധാ മെഴുക്ക് പുരട്ടി വയ്ക്കാനാണ് അരിഞ്ഞിട്ടുള്ളത്. കുറച്ച് നീളത്തിൽ അരിഞ്ഞു. കാരണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇന്ന് പക്ഷേ സവോള ചെറിയൊരു കഷ്ണം അരിഞ്ഞ് അതിൽ കൊത്തുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ മെഴുക്ക് പുരട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. വലിയ കുക്കിങ്ങിനൊന്നും സമയം കിട്ടിയില്ല. എന്താ വെച്ചാൽ ചോറ് ഇറക്കി വെച്ച് പയർ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് ഫോൺ വന്നു, മോന് വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഏതാണ്ട് ഇവിടെ അവസാനിച്ച മട്ടായി. പിന്നെ തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് കറി വയ്ക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഓംലെറ്റും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചോറും പയറും മെഴുക്ക് പുരട്ടി, ചമ്മന്തി, മുട്ട, ഇതൊക്കെയായിരുന്നു ഉച്ചത്തെ സ്പെഷ്യൽ. ചാറുകറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. പിന്നെ വൈകുന്നേരം കഴിക്കാനായിട്ട് ഇവിടെ മക്കാന, വൈകുന്നേരം എന്നല്ല, മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് മക്കാന വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്ലെയിൻ സംഭവമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനത് എയർ ഫ്രയറിലിട്ടിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു എണ്ണയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് എയർ ഫ്രയറിലിട്ടിട്ട് അങ്ങനെ 10 മിനിറ്റ് ചൂടാക്കി എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. വീണ്ടും കാണാം. ബൈ.